ഇനി അവർ പുനർജനിച്ച ശേഷമുള്ള കാര്യങ്ങൾ ഗുരുജി പറഞ്ഞുതരാം. വിമല പുനർജനിച്ചതാണ് പുഷ്കല. അത് മറന്നിട്ടില്ലല്ലോ. കമല പുനർജനിച്ചപ്പോൾ പൂർണ്ണയെന്നായിരുന്നു നാമധേയം. വഞ്ചിദേശത്തെ രാജാവായിരുന്ന പിഞ്ചലവർമ്മന്റെ മകളായിട്ടാണ് പൂർണ്ണ ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ അതീവ ശാസ്താഭക്തയായിരുന്നു പൂർണ്ണ. ധ്യായേദീശാച്യുതാത്മ പ്രണയരസ പരിച്ഛിന്ന ദേവാവതാരം ലാവണ്യ ശ്രീനിധാനം ലളിതതനുധരം സുപ്രഭാസത്യകേശം അക്ഷയം ഭൂതിവേത്രാഞ്ജിത കരകമലസ്വാശ്രിതത്രാണദീക്ഷം മാതംഗാരൂഢമാദ്യം പ്രമഥപരിവൃതം മംഗലാപാംഗലീലം. മകളെ പൂർണ്ണേ, അന്നപാനാദികൾ ഉപേക്ഷിച്ച് ഏതു നേരവും പൂജയുമായിരുന്നാൽ ഗുണത്തെക്കാളേറെ ദോഷമാണുണ്ടാവുക. ഇനി നിർത്തൂ, വന്ന് ആഹാരം കഴിക്കൂ. കുമാരി ഇന്ന് പ്രാതൽ പോലും കഴിച്ചിട്ടില്ല. വിശക്കുന്നില്ല മാതാവേ. ശ്രീ ധർമ്മശാസ്താവിനെ ഭജിക്കുമ്പോൾ വിശപ്പോ ദാഹമോ നേരമോ കാലമോ ഒന്നും ഞാൻ അറിയുന്നില്ല. എന്റെ മനസ്സ് സദാ ആ ദിവ്യരൂപത്തിൽ ഏകാഗ്രമാണ്. അതിന്റെ അനുഭൂതിയിൽ ഞാൻ സ്വയം മറന്നിരുന്നു പോകുന്നു. പിഞ്ചല രാജ്യത്തെ മഹാരാജാവ് തിരുമനസിന്റെ ഏകപുത്രിയാണ് കുമാരി. കുമാരിയുടെ ചെയ്തികൾ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടതാണ്. ഞാനതിന് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. സ്വകർമ്മങ്ങൾ മറന്ന് ഈശ്വര ഭജനം എന്ന പേരിൽ സദാസമയവും ഇവിടെ പൂജിച്ചുകൊണ്ടിരുന്നാൽ അത് തെറ്റല്ലേ? ഈശ്വര ഭജനം എങ്ങനെയാണ് മാതാവെ തെറ്റാകുന്നത്? സമയത്ത് ആഹാരം കഴിക്കാതെ ഭാവിയെക്കുറിച്ച് ചിന്തയില്ലാതെ ഏതു നേരവും പൂജിച്ചുകൊണ്ടിരുന്നാൽ തെറ്റ് തന്നെയാണ്. ഏത് കാര്യവും യുക്തമാകുന്നത് കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ചെയ്യുമ്പോഴാണ്. അധികമായാലോ അമൃത് പോലും വിഷമാകുന്നതാണ്. നിയത സമയങ്ങളിൽ മാത്രം ഈശ്വരനെ ഭജിച്ചാൽ മതിയെന്നാണോ മാതാവ് പറയുന്നത്? സ്വകർമ്മങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തേണ്ടതല്ലേ? അപ്പോൾ നിയത സമയങ്ങളിൽ ഭജിക്കുന്നതാണ് നല്ലത്. അകമഴിഞ്ഞ ഭക്തിയിൽ മിഥ്യയായ സമയത്തിന് സ്ഥാനമില്ല മാതാവേ. സ്വയം മറന്നു ഭജിക്കുമ്പോൾ നാം നമ്മളെയും ചുറ്റുപാടിനെയും മറന്നു പോകുന്നു. ഇത്തരം ന്യായവാദങ്ങളൊന്നും നമ്മോട് വേണ്ട. ഒരു രാജകുമാരിയാണെന്നുള്ള കാര്യം മറന്നാണ് കുമാരി പ്രവർത്തിക്കുന്നത്. ഈശ്വരന് മുന്നിൽ രാജകുമാരിയെന്നോ മുനികുമാരിയെന്നോ ധനികയെന്നോ ദരിദ്രയെന്നോ വേർതിരിവില്ല. എല്ലാവരും ഭക്തർ മാത്രം. തർക്കത്തിന് ഞാനില്ല. ഇപ്പോൾ കുമാരി എന്നോടൊപ്പം വരാൻ തയ്യാറാണോ അല്ലയോ? മാതാവ് പൊയ്ക്കോളൂ, ഞാൻ ഈ പൂജ കഴിഞ്ഞ് വന്നുകൊള്ളാം. വേണ്ട, ഞാൻ തിരുമനസിനോട് കുമാരിയുടെ ധിക്കാരത്തെപ്പറ്റി ഉണർത്തിക്കുന്നുണ്ട്. എന്താ വേണ്ടതെന്ന് തിരുമനസ് തീരുമാനിക്കട്ടെ. ഓം ശ്രീ ധർമ്മശാസ്താവേ നമഃ.
അരശ്. അടിയൻ അടിയറവ് പറഞ്ഞിരിക്കുന്നു. അഭിനന്ദനങ്ങൾ മഹാരാജ. അങ്ങയുടെ ചതുരംഗത്തിലുള്ള ഈ പാടവം സമ്മതിച്ചിരിക്കുന്നു. അങ്ങ് കീർത്തിമാനും പ്രജാക്ഷേമ തൽപരനുമായ രാജാവ് മാത്രമല്ല, ചതുരംഗത്തിലും അങ്ങ് അഗ്രണ്യം തന്നെയാണ്. മന്ത്രി, ചതുരംഗക്കളത്തിലെ കരുക്കളെ സംരക്ഷിക്കുന്നതും വെട്ടിമുന്നേറുന്നതും ബുദ്ധി കൊണ്ടാണ്. ആ, പക്ഷേ യുദ്ധക്കളത്തിൽ ബുദ്ധി മാത്രം പോരാ, ആറാം ഇന്ദ്രിയവും ഉണർന്നു പ്രവർത്തിച്ചിരിക്കണം. അത് ചിട്ടയായ നിഷ്ഠയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ, മറിച്ച് ഒരു നിമിഷത്തേക്ക് മനസ്സൊന്ന് തെറ്റിയാൽ, ശ്രദ്ധയൊന്ന് അലസിയാൽ, ആ ഒരു നിമിഷം മതി വെറും ഒരു കാലാടിൻ്റെ പോലും വാൾമുനയിൽ ഒരു മഹാരാജാവിൻ്റെ ജന്മമൊടുങ്ങാൻ. ചതുരംഗക്കളത്തിലായാലും പോർക്കളത്തിലായാലും തിരുമനസ്സിന് വിജയം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മുടെ മാത്രം സാമർഥ്യമല്ല മന്ത്രി, നാം ഭജിക്കുന്ന ഈശ്വരന്മാരുടെയും നമ്മുടെ കുലത്തിലെ പൂർവികരുടെയും ഗുരു പരമ്പരകളുടെയും അനുഗ്രഹമാണ്. റാണിക്കെന്തേ ഒരു വിഷാദഭാവം? നമ്മുടെ മകൾ പൂർണ്ണ എവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മോൾക്ക് ഭജിക്കാൻ കൊട്ടാരമുറ്റത്ത് അങ്ങ് തന്നെയല്ലേ പർണശാല നിർമ്മിച്ചു നൽകിയത്? നമ്മുടെ മകൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നാം അത് സാധിച്ചു കൊടുത്തു. മക്കളുടെ ന്യായമായ ഏതാഗ്രഹവും സഫലമാക്കി കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയല്ലേ റാണി? ഏകാഗ്രമായ ഈശ്വരധ്യാനത്തിനും പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഉദ്യാനത്തിൽ ഒരു പർണശാല വേണമെന്ന് കുമാരി ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നമുക്കത് എങ്ങനെ നിഷേധിക്കാനാവും? അങ്ങനെ നിഷേധിച്ചാൽ അത് കുമാരിയുടെ ആഗ്രഹത്തിനോടുള്ള നിഷേധം മാത്രമാവില്ല, ഈശ്വര നിഷേധം കൂടിയാവും. അപ്രകാരം ഭവിച്ചാൽ നമ്മുടെ കുലവും ഈ രാജ്യവും സാധുക്കളായ നമ്മുടെ പ്രജകളും ഈശ്വരകോപത്തിനിരയായേക്കുമെന്ന് നാം ഭയപ്പെട്ടു. ഈരേഴ് 14 ലോകങ്ങൾക്കും സമസ്ത പ്രപഞ്ചത്തിനും അധിപതിയായ സർവേശ്വരനെ ആരാധിക്കരുതെന്നും ധ്യാനിക്കരുതെന്നും മകളോട് കൽപ്പിക്കാൻ നമുക്കെന്തധികാരം? കുമാരിയുടെ ഇച്ഛാനുസരണം ഉദ്യാനത്തിൽ പർണശാല നിർമ്മിച്ചു നൽകിയതും ഈശ്വര ഭജനത്തിന് കുമാരിക്ക് അനുമതി നൽകിയതും അപരാധമായി പോയി എന്നല്ല നമ്മുടെ പരാതി. സദാ നേരവും മകൾ ശാസ്താവിനെ ധ്യാനിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നാം പലവരും നമ്മുടെ വിഷമം അങ്ങേ ഉണർത്തിച്ചിരുന്നു. പക്ഷേ അങ്ങ് അതൊരിക്കലും കാര്യഗൗരവത്തോടെ പരിഗണിച്ചില്ല. ബാലികാ സഹജമായ കൗതുകങ്ങളിൽ ഒന്നു മാത്രമാണ് പൂർണ്ണയുടെ ഭക്തി എന്ന് കരുതി അങ്ങ് നമ്മുടെ പരിഭവങ്ങളെ നിസ്സാരമായി കണ്ട് അവഗണിച്ചു. നാം സങ്കടം ഉണർത്തിച്ച നേരത്ത് തന്നെ അങ്ങ് മകളെ ഉപദേശിച്ചിരുന്നെങ്കിൽ അന്നപാനാദികൾ വിസ്മരിച്ച് പള്ളിയുറക്കം പോലും വെടിഞ്ഞ് പൂർണ്ണ ഇவ்விധം സദാ ശാസ്താധ്യാനവുമായി പർണശാലവാസിയായി തീരുകയില്ലായിരുന്നു. മകളെ ഓർത്ത് നമ്മുടെ ഉള്ളം നീറുകയാണ് പ്രഭു. കുമാരിയിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ട് അടിയനും ആശങ്ക തോന്നുന്നുണ്ട് മഹാരാജൻ. വ്യസനം നമുക്കുമുണ്ട്. ഓരോ നാൾ കഴിയുന്തോറും മകളുടെ ഭക്തിയുടെ തീവ്രത വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. മൊഴിയിലും വേഷത്തിലും ഭാവത്തിലും ഒരു മുനികുമാരിയെ പോലെ. ഇപ്രകാരം ധ്യാനവും ഭജനവുമായി ജീവിതം നയിക്കാനാണ് പൂർണ്ണയുടെ ഭാവമെങ്കിൽ എങ്ങനെയാണ് കുമാരിയെ ലൗകിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക? ഇങ്ങനെ തുടർന്നാൽ അങ്ങയുടെ കുലം അന്യം നിന്നു പോവില്ലേ? ആ ദുരവസ്ഥയോർത്ത് നമ്മുടെ ഹൃദയം പിടയുകയാണ്. താമസം വിന കുമാരിയുടെ ഭാവി കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കണം. തീർപ്പുണ്ടാക്കിയേ മതിയാകൂ. ശില പോലെ ഉറച്ച പൂർണ്ണയുടെ ശാസ്താഭക്തിയെ നമുക്ക് എപ്രകാരം അലിയിക്കാൻ കഴിയും? എന്താണതിനൊരു പോംവഴി? തിരുവുള്ളക്കേട് തോന്നരുത്. അടിയനൊന്ന് പറഞ്ഞോട്ടെ. ചില ശീലങ്ങൾ ഉപദേശങ്ങളിലൂടെ മാത്രം മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ഉപായങ്ങൾ തന്നെ വേണ്ടിവരും. അത് അങ്ങയെപ്പോലെ സർവജ്ഞനായ ഒരാൾക്ക് അടിയൻ ഉണർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ.
വരൂ റാണി. മകളെ പൂർണേ, ഏതു നേരവും ഇങ്ങനെ ഇരുന്നാ മതിയോ? കുമാരി പ്രാതൽ പോലും കഴിച്ചില്ലെന്ന് റാണി പറഞ്ഞത് ശരിയാണോ? എനിക്ക് വിശക്കുന്നില്ല പിതാവേ. ശ്രീധർമ്മശാസ്താവിനെ പൂജിച്ചിരിക്കുമ്പോൾ വിശപ്പും ദാഹവും ഒന്നും ഞാൻ അറിയുന്നില്ല. നമ്മുടേത് ലൗകിക ജീവിതമാണ് കുമാരി. ആഹാരം ഉപേക്ഷിച്ചാൽ ശരീരം ക്ഷീണിക്കും, ആരോഗ്യം നശിക്കും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവും. പൂജയും പ്രാർത്ഥനയുമെല്ലാം മുടങ്ങാതെ ചെയ്യാൻ നല്ല ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവണം. വർഷങ്ങളായി ആഹാരം കഴിക്കാത്ത എത്രയോ സന്യാസിമാരുണ്ടെന്ന് പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അങ്ങ് മടിയിലിരുത്തി പറഞ്ഞും പഠിപ്പിച്ചും തന്ന കഥകൾ കേട്ടല്ലേ ഞാൻ വളർന്നത്. എന്നിൽ ഭക്തി വളർത്തിയതും അങ്ങ് തന്നെയല്ലേ? അല്ലെന്ന് നാം പറഞ്ഞില്ലല്ലോ. പക്ഷേ ആഹാരം പോലും ഉപേക്ഷിച്ച് തപം ചെയ്യുന്നവർ നിരന്തര സാധനയിലൂടെ സിദ്ധികൾ നേടിയവരാണ്. നമ്മൾ ലൗകിക ജീവിതം നയിക്കുമ്പോൾ അത്തരം സിദ്ധികളൊന്നും ലഭിക്കുന്നതല്ല. പക്ഷേ മിഥില ഭരിച്ചിരുന്ന ജനക മഹാരാജാവ് രാജഋഷിയായിരുന്നില്ലേ? ലൗകിക ജീവിതം നയിക്കുമ്പോഴും അദ്ദേഹത്തിന് പല സിദ്ധികളും പ്രാപ്തമായിരുന്നില്ലേ? ശരിയാണ് മകളെ. ഏകാഗ്രമായ ഈശ്വര സാധനയിൽ കൈവരുന്ന സിദ്ധികൾ അവർ ഈശ്വരനിൽ തന്നെ അർപ്പിക്കും. അവരാരും സിദ്ധികൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ അവർക്ക് ഈശ്വര സാക്ഷാത്കാരം എന്ന ഭാഗ്യം ലഭിക്കാതെ വീണ്ടും ജനനമരണ ചക്രങ്ങളിൽപ്പെട്ട് അവരുഴലുന്നതാണ്. സിദ്ധികൾ എത്ര വിധമാണ് പിതാവേ? യോഗസിദ്ധി അത് അഷ്ടദശമാണ്. ആ 18 എണ്ണത്തിൽ 8 എണ്ണമാണ് ആദ്യം ലഭിക്കുക. അഷ്ടയോഗ സിദ്ധികൾ എന്നറിയപ്പെടുന്ന അവ മകളെ ശാസിച്ച് ആഹാരം കഴിപ്പിക്കാൻ വന്നതാണെന്നുള്ള കാര്യം അങ്ങ് മറന്നോ? ഇല്ല മഹാറാണി. മകളുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് ഏതൊരു പിതാവിന്റെയും കടമയല്ലേ? ഇത്തരം സംശയങ്ങളുടെ ഉത്തരം കേട്ടുകേട്ടാണ് മകൾ ഇങ്ങനെയായത്. അത് മറക്കണ്ട. കേട്ടല്ലോ, കുമാരിയുടെ ചെയ്തികൾക്ക് പഴികേൽക്കുന്നത് നാമാണ്. വരൂ, ഇനിയെങ്കിലും വന്ന് ആഹാരം കഴിക്കും. ഞാൻ കഴിക്കാം പിതാവേ. അതിനു മുൻപ് എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ അങ്ങയിൽ നിന്നും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ചോദിച്ചോളൂ. ശ്രീധർമ്മശാസ്ത്ര വിഗ്രഹത്തിനരികിൽ നിന്ന് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്കാവുന്നില്ല. പൂജയിലിരിക്കുമ്പോൾ വല്ലാത്തൊരനുഭൂതി ഞാൻ അനുഭവിക്കുന്നു. മനസ്സ് ഏകാഗ്രവുമാണ്. ഇതിലെന്താണ് സംശയം? ഏകാഗ്രമായ മനസ്സിന് ആഹാരവും നിദ്രയും ആവശ്യമുണ്ടോ? ഏകാഗ്രമായ മനസ്സ് സമാധിസ്ഥമാണ്. അതിന് ഒന്നിൻ്റെ ആവശ്യമില്ല. അത് സമ്പൂർണവുമാണ്. പക്ഷേ ജന്മജന്മാന്തരങ്ങളായുള്ള തപസ്സും സാധനയും കൊണ്ടാണ് ഒരു ജീവൻ അത്തരമൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അതിനു മുമ്പാണ് സിദ്ധികൾ പ്രാപ്തമാവുന്നത്. ഹിമാലയത്തിലെ കൊടുംമഞ്ഞിൽ പോലും വിവസ്ത്രരായി ജീവിക്കുന്ന മഹാഋഷിമാർ, പഞ്ചഭൂത സിദ്ധികൾ സ്വായത്തമാക്കി അഗ്നിയിൽ ശയിക്കുന്നവർ, ജലത്തിനു മീതെ നടക്കുന്നവർ, വായുവിൽ പറക്കുന്നവർ, അങ്ങനെ എത്രയോ മഹാത്മാക്കളെ നാം കാണുകയും അവരെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നു. അവരൊക്കെ യോഗസിദ്ധന്മാരാണ്. അവർക്ക് ആഹാരവും ഉറക്കവും ഒന്നും ആവശ്യമില്ല. ഭക്തിയും ഈശ്വര സാക്ഷാത്കാരം നേടിത്തരില്ലേ പിതാവേ? തീർച്ചയായിട്ടും. സാധാരണ മനുഷ്യർക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാൻ ഏറ്റവും യുക്തമായ മാർഗം ഭക്തി തന്നെയാണ്. അതിന് ആഹാരം ഉപേക്ഷിക്കേണ്ടതില്ല. അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചതാണ്. ഏകഭുക്തം മഹായോഗം, ദ്വിഭുക്തം മഹാഭോഗം,
ത്രിഭുക്തം മഹാരോഗമെന്ന്. അത് യോഗികളുടെ കഥ പറഞ്ഞപ്പോൾ ചൊല്ലിയതല്ലേ. അവരൊക്കെ ഏകാഗ്രതയോടെ തപസ് ചെയ്യുന്നവരാണ്, കർമ്മങ്ങൾ അവസാനിച്ചവർ. നമ്മുടെ മകൾ അത്തരമൊരു യോഗിയായാൽ പിന്നെ നാം നിന്നെ നിർബന്ധിക്കില്ല. ഇപ്പോ വന്ന് ആഹാരം കഴിക്കൂ. ശരി പിതാവേ. സഹസ്രനാമ പൂജ കൂടി പൂർത്തിയായിട്ട് ഞാൻ ഉടൻ എത്തിക്കോളാം. സാധ്യമല്ല, പൂർണ്ണ ഇപ്പോൾ തന്നെ വന്നേ തീരൂ. പക്ഷേ പൂജയൊക്കെ ഇനി നാളെ ആവാം. വരൂ പിതാവേ. വേണ്ട, ഇനി സംസാരം വേണ്ട. വരൂ, ഇത് രാജകൽപ്പനയാണ്. വരൂ. കാരുണ്യവും ദയയുമാണ് ഈശ്വരന്റെ മതം, ആക്രമണവും കൂട്ടക്കൊലയുമല്ല. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ ശരണമേ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസൻ